പിന്നെ വിടാതെ നീ പോണ്ടേ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ചാടി നമ്മളിവിടെ വന്നു. ഇതാണ് അവൻ, ഞാൻ പറഞ്ഞ പയ്യൻ. ഇതാണ് എന്റെ പയ്യൻ. Welcome back to our channel Aish Arjun. So this is our second day at Wayanad. നമ്മുടെ സെക്കൻഡ് ഡേ ആണെന്ന്. ഇന്നിപ്പോ നമ്മള് ഒരു എത്ര മണിയായി? ഏകദേശം 11:12 മണി ആവാറായി തോന്നണല്ലേ. 12 ആയി. 12 ആവാറായി. നമ്മളിങ്ങനെ പതുക്കെ എണീറ്റ്. നല്ല തണുപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു 16 or 17 ഡിഗ്രിയോ അത്ര എന്തോ ആണല്ലോ, 60 ഡിഗ്രി സെൽഷ്യസ് എന്തോ ആയിരുന്നു. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ തണുപ്പായിരുന്നു. ഇപ്പൊ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു തണുപ്പ് കൂടുതലാണ്. ഇപ്പൊ ഡൽഹിയില് ഒക്കെ എല്ലാവരുടെയും കാണുന്നുണ്ട്. അല്ല, കമ്പയർ ടു ലാസ്റ്റ് ഇയർ ഒക്കെ എല്ലാവരും തണുപ്പ് കൂടുതലാന്നൊക്കെ ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവിടെ നല്ല തണുപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ പതുക്കെ എണീറ്റ് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ദോശ, പുട്ടൊക്കെ ഉണ്ടായിരുന്നു. സുധീർ മാമന്റെ വൈഫ് ബിന്ദു ആന്റി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ നമ്മള് എങ്ങോട്ടാ പോകുന്ന അർജുന്റെ സ്ഥലത്തിന്റെ പേര്? നമ്മളിപ്പോ എന്റെ കൂട്ടുകാരന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, പുൽപ്പള്ളിയിലോട്ട്. ഫ്രണ്ട്സും ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ആ കാലം തൊട്ട് ഇതുവരെയും കമ്പനി ആയിട്ടുള്ള ചുരുക്കം കുറച്ച് ഫ്രണ്ട്സുകളിൽ ഉള്ള ഒരുത്തനാണ്. ഇവർ മാത്രമേ ഉള്ളൂ വയനാട്ടിൽ നിന്നുള്ള കേട്ടോ. വയനാട്ടിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വന്ന് പഠിക്കാനായിട്ട്. കോളേജിൽ നിന്ന് മാറിപ്പോയി വന്നതാണ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ഇവന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് വട്ടം ഒന്നല്ല, ഒരു 3-4 വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ. അപ്പോ അവിടെ അവന്റെ അച്ഛനും അമ്മയും പിന്നെ സഹോദരനുമാണ് ഉള്ളത്. പിന്നെ അവന്റെ ഒരു ഫാമിലി അവിടെ എല്ലാവരും ഒരുമിച്ചാണുള്ളത്. അപ്പൊ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. പുൽപ്പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. അത് കഴിഞ്ഞാൽ നമ്മുടെ കർണാടക കേരള ബോർഡറാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് വരും അവന്റെ വീട്. സോ ഒരു കുറച്ച് ഫോറസ്റ്റ് ഏരിയ കൂടെ ഒന്ന് പോകേണ്ടി വരും. അപ്പൊ അവിടെ പോകാൻ ആക്ച്വലി ഇന്ന് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു അല്ലെ? വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നമുക്ക് മാറ്റേണ്ടി വന്നു രാവിലെ. കാര്യം ഡിസ്റ്റൻസ് നോക്കുമ്പോൾ കവർ ചെയ്യേണ്ട ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഒരുപാട് ചുറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ഒരു പ്ലാൻ ആദ്യമാക്കി. ഇന്നത്തെ പ്ലാൻ തൽക്കാലത്തേക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി. അത് അടുത്ത ദിവസത്തെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട്, വയനാട് സീരീസിൽ വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ പുൽപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. പുൽപ്പള്ളിയിലോട്ട് പോയി അവന്റെ വീട്ടിൽ പോയിട്ട് അവനെയും പിക്ക് ചെയ്തുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലോട്ടൊക്കെ പോകണം. അതെല്ലാം പോയി എന്തായാലും കാണിച്ചിരുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്പോട്ട് പുൽപ്പള്ളിയാണ്. അപ്പൊ അർജുന്റെ ഫ്രണ്ട് റിൻസ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ്. എവിടെ പോയാലും ബേസിക്കലി അർജുന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മള് ബാംഗ്ലൂർ പോയാലും വയനാട് പോയാലും എവിടെ പോയാലും ഫ്രണ്ട്സ് ഒക്കെ എവിടെയെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെയൊക്കെ മീറ്റ് ചെയ്യും. അവരെയും കൂടി മീറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. റിൻസ് നമ്മുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അപ്പൊ നമ്മള് പുൽപ്പള്ളിയൊക്കെ പോയി. ഞാൻ പുൽപ്പള്ളി പോയിട്ടില്ലാന്ന് തോന്നുന്നു വയനാട് വന്നപ്പോ. എനിക്ക് അറിയില്ല, എനിക്ക് കണ്ടാലേ ചിലപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 900 കണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പുൽപ്പള്ളി ചാൻസ് ഇല്ല. അപ്പൊ ഞാൻ നോക്കട്ടെ, പുൽപ്പള്ളിയൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആയിട്ട് വയനാട് വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും കാണുന്നത്. സോ യെസ്, നമ്മളവിടെ എത്തിയിട്ട് കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡ്സ് ആണ് കേട്ടോ. രണ്ട് സൈഡ് നല്ല കാടൊക്കെ ആയിട്ട് എനിക്കിഷ്ടം. ഐ എം ഓൾവേസ് എ മൗണ്ടെയിൻ പേഴ്സൺ. സോ അതുകൊണ്ട് എനിക്ക് ഈ ഗ്രീനറിയും ഈ ഒരു കാടൊക്കെ, കാടിന്റെ ഇടയിൽ ഉള്ളിലൂടെ ഒക്കെ പോവാൻ ഭയങ്കര ഇഷ്ടം. എവിടെ? ഉണ്ട് ഉണ്ട് ഉണ്ട്, കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഈ കാടിന്റെ അകത്തു കൂടെ ഒക്കെ പോകാൻ നല്ല രസമായിരിക്കും ചേട്ടാ. ഞാൻ പറയാന്ന്, ഈ കാടിന്റെ അതെ. ഈ ഫ്രെയിം നോക്കൂ. മുന്നേ ഞാൻ വന്ന സമയത്ത്, അതായത് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന സമയത്ത്, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഫ്രണ്ടില് ആന. കോളേജിൽ പഠിച്ച സമയമാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മളൊരു ഇന്നോവ കാറിലൊക്കെ വന്നതാണ്. വണ്ടിയൊക്കെ ഇവിടെ ഒന്ന് റെന്റിനൊക്കെ എടുത്ത് വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലാണ് കറക്റ്റ്. അതെനിക്ക് വണ്ടി ഓടിച്ചിരുന്നത് ആ സമയം ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അർജുനാണ് ഡ്രൈവർ. അതൊക്കെ മാറി മാറി ഓടിക്കുന്ന ആൾക്കാരൊക്കെ. അങ്ങനെ നമ്മൾ റിൻസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ റിൻസിനെ ഞാൻ കാണിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റിൻസിനെ കുറിച്ച്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് നമ്മൾ എത്തി. അവൻ്റെ വീട്ടിലോട്ട് എത്തി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകാമെന്നുള്ളൊരു പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവരെ കാണിച്ചു തരാം. ഇതാണ് അവൻ, ഞാൻ പറഞ്ഞ പയ്യൻ. ഇതാണ് എന്റെ പയ്യൻ. റിൻസേ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. അത് നേരത്തെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്ക, ആരാണ്, നീ എങ്ങനെ തിരുവനന്തപുരത്ത് എത്തി എന്ന് പറഞ്ഞു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ മതി. ഈ കോളേജ് പഠിക്കാനായിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെ തന്നെ പോയത്. എന്തൊക്കെ പഠിച്ചത് തമ്പുരാനറിയും. പലതും പഠിച്ചു.
അങ്ങനെ ഇവനെ കുറിച്ച് വഴിയെ നമ്മൾ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമ്മൾ ഭക്ഷണത്തിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് റിൻസ് ചേട്ടൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റിൻസ് ചേട്ടനാണോ അമ്മയാണോ? ആണോ? അതെ, നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കഴിച്ചെന്നാലും അർജുവേട്ടന് കുറച്ച് ഫുഡ് റിൻസ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ കഴിക്കും. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ എന്താ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഓ, കൈപ്പയ്ക്ക ഞാൻ കഴിച്ചോളാം. എനിക്കിഷ്ടമാണ് കൈപ്പയ്ക്ക. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് എന്താ പ്ലാൻ റിൻസ് ചേട്ടാ? ഉറങ്ങി. ഓക്കെ, അപ്പൊ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എവിടെ പോണെന്നൊക്കെ കാണിച്ചേ. എല്ലാം ഉണ്ട്. മുരിങ്ങക്കറി, അവിയല്, പിന്നെ കൈപ്പയ്ക്ക ഉപ്പേരി, അച്ചാറ്, ബീഫ് അർജുന് വേണ്ടിയിട്ട്. ഞാൻ ബീഫ് കഴിക്കില്ല, സോറി. ലഞ്ചൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ റിൻസ്റ്റേൻ്റെ വീട്ടിൽ വൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ റിൻസ്റ്റേൻ്റെ സ്പെഷ്യൽ വൈൻ്റെ ഇത് കാണിച്ചോ? നമുക്കിവിടെ വൈൻ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളാണല്ലേ ഫസ്റ്റ് നോക്കുന്നത്, ട്രൈ ചെയ്യുന്നത്. ടേസ്റ്റ് ഇല്ലെങ്കിലും പോകുമെന്ന് പറയാം. ക്രിസ്മസ് വൈനാണെന്നുള്ളത് അവൻ ഇട്ട് വെച്ചിരുന്ന വൈനാണ്. 40 ദിവസം വേണം. പക്ഷെ ഇതിപ്പോ നമുക്ക് പകുതി വെച്ച് അവൻ പൊട്ടിച്ചെടുത്ത് തന്നതാണ്. അതെ, 20 days ആയിട്ടുള്ളൂ. ബട്ട് അത് ഒരു കയ്പുണ്ട് അതിന്റെ. പക്ഷെ എനിക്ക് കയ്പാണ് ഇഷ്ടം. അയ്യോ, അത് വേണ്ട. ഇതൊക്കെയാണ് പ്രശ്നം. മധുരമുള്ള ഇത് തരട്ടെ. രണ്ടുപേരും ഡ്രിങ്ക്സ് കുടിക്കാത്തവരായതുകൊണ്ട് നോ. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഡ്രിങ്ക്സ്, നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്ക്. ഇവൻ രാവിലെ ചായക്ക് വരെ ഇതാ കുടിക്കണം. എല്ലാരും കാണുന്നത് ശ്രദ്ധിക്കുക. അതിന്റെ ഒരു ചെറിയൊരു പ്രമോഷൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ട്. ബാച്ചിലറാണ് ഞാൻ. ഞാൻ ബാച്ചിലറാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ രാവിലെ ചായക്ക് വരാം. മങ്കി ഷോൾഡറാണ് രാവിലെ ചായക്ക് വരാം അല്ലേ? നമുക്ക് റിൻസ്റ്റേന്റെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ എസ്പ്രസോ കോഫി ഒക്കെ മേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കോൾഡ് കോഫി. കോൾഡ് കോഫി എന്ന് പറയുന്നു, എന്താണെന്ന് അറിയില്ല. കുടിച്ചു നോക്കട്ടെ. കുടിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. കയ്പാണോ? എസ്പ്രസോ പൊതുവെ കയ്പായിരിക്കും. എസ്പ്രസോ അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവനെനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യയ്ക്ക് ടേസ്റ്റ് റിയലി ഗുഡ്. നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തോ പന്തികേടുണ്ട്. അതെ, എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കോഫി, ഐ എം എ കോഫി പേഴ്സൺ. ബേസിക്കലി കോഫി ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ കോഫി ടീ ഒന്നും കുടിക്കില്ല കുറെ വർഷമായിട്ട്. കോൾഡ് കോഫി എനിക്ക് ഇഷ്ടമാണ്. എക്സൈസ് വരാൻ സൂക്ഷിച്ചു. ടേസ്റ്റ് ഉണ്ട് ചേട്ടാ. നല്ല ടേസ്റ്റ്. കോഫിയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. താങ്ക് യു റിൻസ് ചേട്ടാ. അത് റിൻസിന്റെ കസിനാണ് അനൂഷ്. യെസ്, നമ്മൾ കോൾഡ് കോഫി ഒക്കെ കുടിച്ചിരിക്കുകയാണ്. ഹലോ, അപ്പൊ നമ്മളിപ്പോ കാട്ടിന്റെ അകത്തോട്ട് വന്നിരിക്കുകയാണ് അല്ലേ റിൻസ് ചേട്ടാ? അതെ, റിൻസ് ചേട്ടന്റെ വീടിന്റെ അടുത്താണ് ഈ ഒരു സ്പേസ്. നമ്മൾ കുറച്ചു ദൂരം കാറിൽ വന്നു. ഇപ്പൊ നമ്മള് നടന്നു പോവാണ്. ഇത് ഔട്ടർ എന്താ പറയുക? ഔട്ടർ ഫോറസ്റ്റ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ ആ ട്രെയിൻസ് ഫെൻസിങ് ഇട്ടേക്കുന്ന. ഓക്കെ, അതിന്റെ ഉള്ളിൽ അപ്പുറത്തേക്കാണ് ഇന്നർ ഫോറസ്റ്റ്. ഇന്നർ ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ ഏത് നിമിഷവും കടുവ. ഇത് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. സീരിയസ്ലി? എന്നോട് ആനാന്ന് മാത്രം പറഞ്ഞുള്ളൂ, ടൈഗർ ഇപ്പോഴാണ് പറയണേ. ഓക്കെ, നിറച്ചും കടുവകളുണ്ട്, കടുവ കുട്ടികളുണ്ട്. അതെ, കരിയത്താണ്. ഓക്കെ, പക്ഷെ എനിക്ക് കാണുന്നുണ്ട്. കടുവേനല്ല, ആനേനെ കാണാൻ എനിക്ക് ടാസ്ക്. ആനയാണെങ്കിൽ നമുക്ക് ഓടാം. ഈ പാലത്തിന്റെ അപ്പുറത്തേക്ക് പോകണ ഏത് നിമിഷം ഡേഞ്ചറസ് ആണ്. ആ വീടിന്റെ ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലത്തിന് അപ്പുറത്തോട്ടാണ് നമ്മൾ പോണേ. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലെ ഫോറസ്റ്റ് ഏരിയാസ്, മൗണ്ടെയിൻ ഏരിയാസിൽ കൂടെ ഒക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, താഴെ ഇതുപോലെ ഇങ്ങനെ ഒരു അരുവി, പാലം. ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. അർജുട്ടാ, ഹൗ ഡു യു ഫീൽ? ഇഷ്ടല്ലേ ഇതുപോലെ?
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൗണ്ടൈൻസും കാടിന്റെ ഇടയിലൊക്കെ പോവാൻ. ബീച്ചസിനേക്കാൾ കൂടുതലായി പ്രിഫർ. ആദ്യമായിട്ടാണ് പുറത്തോട്ട് ഇറങ്ങുന്ന വീട്ടില് അങ്ങനെ, അതുകൊണ്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ചുറ്റും കാടാണേ, കണ്ടോ. റിൻസ്റ്റേനോടുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. ഒരു ടാസ്ക് ഉണ്ടല്ലോ. ഇത് ക്ലോസ്. ഇവിടെ ഒരു കൈ എടുത്തോ. ആ, അപ്പുറത്തെ റിൻസ്റ്റേറ്റ് ഉണ്ട്, ഇപ്പുറത്തെ നീ പിടിക്കുമ്പോഴത്തേക്ക് ഞാൻ കൈവിടും. ആ, ചാടിക്കോ. അയ്യോ സുഭാഷേ, പോയി പോയി പോയി. പിന്നെ വിടാതെ നീ പോണ്ടേ. ഇവിടെ എന്ത് കാണിക്കുന്നത്, നമ്മളെത്ര ചാട്ടം. അപ്പൊ നമ്മളിത് ഫുൾ ഒരു കാടിന്റെ ഉള്ളിലാണ്. അവിടെ നിന്നാ നമ്മൾ തിരിച്ചു വന്നത്. ആ ഏരിയ എന്നാ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ചാടി നമ്മളിവിടെ വന്നു. ഇവിടെയൊക്കെ പുലിയും ആനകളൊക്കെ വരുമെന്നാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അറിയില്ല, ഒരാനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അല്ലേ. ഇവന്റെ വിശ്വാസത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റിൻസേ വല്ലതും കാണോ? കണ്ടാ ഓടാനുള്ള വഴി കൂടെ പറഞ്ഞ. അയ്യോ, നടക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളൊക്കെ എത്ര നടന്നിട്ടുണ്ട്. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഫ്രണ്ട്സിന്റെ എന്തൊക്കെയോ ജ്യൂസുകളൊക്കെ കുടിച്ച് നമ്മൾ റെഡി ആയിട്ടുണ്ട്. കോൾഡ് കോഫി കോൾഡ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് തമ്പുരാന്നറിയാം. ഇവിടെ കിടന്ന് ഇപ്പോഴും ആടുന്നുണ്ട്, ഞാൻ കുടിച്ചിട്ടില്ല. രണ്ട് വീടപ്പുറം നമ്മുടെ വീടിന്റെ പറമ്പിലൂടെയൊക്കെ കടുവ ഓടിപ്പോയേ. അന്ന് കടുവ ഇറങ്ങിയപ്പോ അങ്ങനെയായിരുന്നു, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുൽപ്പള്ളി ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒരുപാടൊക്കെ നടന്നു. കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിൻസ്റ്റേട്ടനാണ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ താങ്ക് യു റിൻസ്റ്റേട്ടാ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത് തന്നെയായിട്ടാണ് കേട്ടോ ആളുടെ വീടൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ അടിച്ചു. ഞങ്ങൾ അടുത്തൊരു സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അത് ഞാൻ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട്, നെക്സ്റ്റ് വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോകും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുവരെ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. അൺടിൽ നെക്സ്റ്റ് ടൈം, പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Bye.